ദിവസവും ടി വിയിൽ കാണുന്ന ആളാണ് ഇരിക്കുന്നത്. ടോപ്പ് സിംഗറിലെ തബലിസ്റ്റാണ് മുരളി. 35 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ സംഗീത യാത്രയിൽ എന്നോടൊപ്പം കൂട്ടിയ തബലിസ്റ്റാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകളാണ് ഇന്ത്യൻ വോയിസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ 1 കോടി രൂപയുടെ ഫ്ലാറ്റ് നേടിയ ആതിര മുരളിയുടെ അച്ഛനാണ്. അതിനേക്കാൾ വലിയ മകൻ ആരോമൽ മുരളി. സരിഗമപ്പ എന്നൊരു പരിപാടിയുണ്ട് റിയാലിറ്റി ഷോയിൽ. ആരോമൽ എന്ന കൊച്ചു മകനുണ്ട്. ഒരുപക്ഷെ യൂട്യൂബിൽ ശ്രീലതയിൽ ഞാൻ പാടിയ യൂട്യൂബിൽ ശ്രീലതയിലുണ്ട്. അതിനകത്തൊരു കൊച്ചു മോനെ തബല വായിക്കുന്നു. അവനിന്ന് വളരെ വലിയ ആളായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ പിന്നെ കോളേജ് തലത്തിലും തബലയ്ക്കും മൃദംഗത്തിനൊക്കെ 1ാം സ്ഥാനം വാങ്ങിയ അച്ഛനെ അനുസരിച്ച് വളരുന്ന മക്കളാണ്. അതുകൊണ്ടാണ് കൃത്യതയിലേക്ക് എത്തുന്നത്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ടാണ് എല്ലാവരും പോകും. കീബോർഡ് വായിക്കുന്ന ആർട്ടിസ്റ്റ് അഖിൽ 10 വർഷമായിട്ട് എന്നോടൊപ്പം വായിക്കുന്നു. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കലാകാരനാണ്. പിന്നെ അദ്ദേഹം ഇന്നിപ്പം ശങ്കർ മഹാദേവൻ, ഹരിഹരൻ, എം ജയചന്ദ്രൻ, പിന്നെ ഞാൻ വിളിച്ചാലും അവൻ വരും. നല്ലൊരു ഏരിയയാണ്. ചാലക്കുടിയിലെങ്ങാണോ പെണ്ണുണ്ടെങ്കിൽ അവൻ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണാലോചന കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടത്തിക്കുകയാണ്. കുറേ പാട്ടുകാരൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ കല്യാണം നടത്തിക്കൊടുത്തത്. ഫ്ലൂട്ട് വായിക്കുന്നത് ഞാൻ ഈ അടുത്തിടെ കണ്ടെത്തിയ ഒരു മകനാണ്, ശ്രീഹരി. അങ്ങ് കോട്ടയ്ക്കൽ, മലപ്പുറം കോട്ടയ്ക്കൽ സാധ്യ ഒരു കലാകാരനാണ്. തീർച്ചയായിട്ടും ശ്രീഹരിക്ക് എല്ലാവിധ ആശംസകളും. ലീഡ് ഗിറ്റാർ 10 വർഷമായിട്ട് എന്നോട് വായിക്കുന്ന ബൈജു റാത്തർ ഫ്രം കൊല്ലം. നല്ലൊരു കേരളത്തിലെ ഏറ്റവും നല്ല ഗിറ്റാറിസ്റ്റാണ്. ആൻഡ് ബേസ് ഗിറ്റാർ വായിക്കുന്നത് ആംഗിൾ സി ആന്റണി. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്ററാണ്, എൻ്റെ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് ഞാൻ കൊടുക്കുന്നത് കൊണ്ട് എല്ലാ പരിപാടിക്കും മുടക്കുന്നത്. ആൻഡ് റിതം കമ്പോസറാണ്. വിളമ്പാട് കഴിഞ്ഞ 10 വർഷമായി എന്നോടൊപ്പം കേരളത്തിൽ ഏറ്റവും ബ്രില്യൻ്റ് ആർട്ടിസ്റ്റാണ്. ജഗൻ ഈസ് ഫ്രം ശാസ്താംകോട്ട. ആൻഡ് ഡ്രംസ് കേരളത്തിൻ്റെ അങ്ങേയറ്റം, അതായത് തമിഴ്നാട് ബോർഡറിൽ കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ മതിലിൽ ചേർന്നിരിക്കുന്ന വീടാണ്. മലയാളിയാണോ തമിഴനാണോ എന്നുള്ള സംശയമുണ്ട്. നല്ലൊരു കൈയടിയോടെ പ്രിയപ്പെട്ട ആജിക്ക് ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ആൻഡ് ഇത്രയും ഇൻസ്ട്രുമെൻറ്റുകൾ വായിക്കുന്ന ഒരു കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ എല്ലാ കലാകാരന്മാരോടും എന്നും പരിപാടിയാണ്. പക്ഷെ ഒരു ചായ പോലും എനിക്ക് വാങ്ങി തരില്ല, വേറെ കാര്യം. ഞാൻ എൻ്റെ പരിപാടിക്ക് സ്ഥിരം വായിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയനാണ് രതീഷ്. സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹം കല്യാണം കഴിച്ചൊരു മകനുണ്ട്. മകൻ എത്ര വയസ്സായി? 11 വയസ്സുള്ള മകനാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ എൻ്റെ മകനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന, കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റിയിലെ കുറേ വർഷങ്ങളായിട്ട് ഹിന്ദുസ്ഥാനിയിലെ 1ാം സമ്മാനം വാങ്ങിയ തബലിസ്റ്റാണ് ജയലാൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ ഫേമസ് തബല ആർട്ടിസ്റ്റാണ്. മലബാരി KS തബലിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ഞാനിന്ന് തൊട്ടടുത്ത കിടപ്പാടിയ രമ്യ എന്ന് വിളിക്കുകയാണ് കേട്ടോ. രമ്യ നിങ്ങളുടെ നാട്ടുകാരിയാണ്. എത്ര പേർക്ക് അറിയാം? നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു പാട്ടുകാരി എത്ര പേർക്ക് അറിയാം? അങ്കമാലി സ്വദേശിയാണ്. ഞാൻ വേൾഡ് മലയാളി കൗൺസിൽ ഒരു പരിപാടിക്ക് വന്നപ്പോൾ 6-7 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വെച്ച് ഈ നരുന്ന് പെണ്ണ് പാടുന്ന കണ്ടു. അന്ന് ഞാൻ ചോദിച്ചു, തിരുവനന്തപുരത്തേക്ക് വരാൻ സാധ്യതയുണ്ട്? അവരുടെ അച്ഛനും അമ്മയെ സംബന്ധിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് എന്നോടൊപ്പം പാടുന്ന രമ്യ. രമ്യയുടെ കല്യാണത്തിന് ഞങ്ങളിവിടെ ചെങ്ങമനാട് വന്നൊരു ഗാനോളം ഞങ്ങളെല്ലാവരും വന്നിരുന്നു. ചെങ്ങമനാട് കണ്ട വീട്. പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ മകളിപ്പോൾ എത്ര വയസ്സുണ്ട്? കൊച്ചു കുഞ്ഞിനെ പോലെ ഇരിക്കുക. 6 വയസ്സുള്ള മോളുമുണ്ട്. ഇവിടെ കിടന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ലൊരു ഗൈഡിയാണ്. പ്ലീസ്, താങ്ക് യു. ആൻഡ് എൻ്റെ പ്രിയപ്പെട്ട അനിയനാണ് സുനിൽ കായംകുളം. വളരെ നല്ല വ്യക്തതയായ മലയാളം പറഞ്ഞുകൊണ്ട് കയറിയിരിക്കുന്നു. നല്ലൊരു ഗൈഡില്ല. ഞാൻ എന്നെയൊക്കെ വളരെ മനോഹരമായിട്ട് പുകഴ്ത്തിയെന്ന് പറഞ്ഞാൽ പുകഴ്ത്തലൊന്നുമില്ല. നമ്മൾ ഈവൻ്റേക്കാണ് എന്ന് പറയുന്ന പോലെ. കാരണം എന്ന് കഴിഞ്ഞാൽ സാധ്യമുള്ള കാര്യങ്ങളാണ്. കഴിവുള്ള കലാകാരന്മാരെ എന്നും ചേർത്ത് തരുന്ന ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ട സുനിലിനെ നല്ലൊരു കൈയടിയാണ്. ആൻഡ് ഇന്നത്തെ പരിപാടിയിലെ സൗണ്ട് എഞ്ചിനീയർ, ഞാൻ എൻ്റെ കൂടെ സ്ഥിരം തിരുവനന്തപുരത്ത് സൗണ്ട് വയ്ക്കുന്ന സുനിലാണ്. സുനിലും ഷൈജും 2 പേര് ഇന്നലെ ഞങ്ങൾ വന്നിരുന്നു. അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് സൗണ്ട് രാവിലെ മുതൽ ഇവിടെയുണ്ട്. ഇപ്പോഴും ഇലക്ട്രോണിക് സാധനങ്ങൾ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ മാറി ഇപ്പം വ്യക്തമായിട്ട് കേൾക്കുന്നു എന്നാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കൈയടിയോടെ നമുക്ക് ഈ പരിപാടി തുടരാൻ.
ആറാം തമ്പുരാൻ എന്ന ചിത്രം.